നക്ഷത്രം നോക്കിയിട്ടല്ലേ പിറന്നാൾ ആഘോഷം. നിങ്ങൾ നോക്കിയാട്ടെ മൂന്നാട്ട നിങ്ങൾക്ക് നിങ്ങളും നമുക്കെല്ലാം പറ്റി 1980 മുമ്പ് ജനിച്ച മിക്ക ആളുകൾക്ക് 3 ദിവസം കേക്ക് മുറിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷ് തീയതി. 2, മലയാള മാസവും നക്ഷത്രവും. മേടമാസം മകൻ നക്ഷത്രത്തിൽ എൻ്റെ അമ്മ പായസം വന്നേ അമ്പലത്തിൽ പോകും. മകൻ പറഞ്ഞ മങ്കനാൻ മനസ്സിലായത്. 3-മത്തത് LP സ്കൂൾ ഹെഡ്മാസ്റ്റർ നിശ്ചയിച്ചു. നമ്മളെ സ്കൂളിൽ ചേർക്കാൻ, എന്നെ സ്കൂൾ തൊടികളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കൂട്ടി പോയപ്പോൾ നെട്ടൂർ കുഞ്ഞിരാം മാഷ ഹെഡ്മാഷ് എപ്പാനാരാണ് ഇവനെ പെറ്റേ ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു പെരളിമരക്ക് പൊനംകൊത്തീനേന് പൊനംകൃഷി നടത്തിന് അക്കൊല്ല പറ്റും. അതേതാ ഉല്ലാടോ പൊനംകൃഷി നടത്തിയേ? അത് കണ്ണോം പാലത്തിന്റെ കണ്ണടഞ്ഞിട്ട് വെള്ളം കയറിയില്ലേ അക്കൊല്ല പറ്റും. ഇതേടുന്ന് മാഷക്ക് തിരിയും. മാഷ് തീരു. മാഷ് മെയ് മാസത്തിൽ പെറ്റാലല്ലേ ജൂണിൽ 5 വയസ്സ് തികയൂ. അതുകൊണ്ട് നിന്റെ ജന്മദിനം മെയ് 4 പറഞ്ഞു. അതെൻ്റെ SLC ബുക്കിൽ വന്നു. ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ SLC ബുക്കിൽ മെയ് 4 കൊടുത്തു. ഇപ്പം മെയ് 4 എനിക്ക് ഇങ്ങനെ ജന്മദിനാശംസകൾ വരും. ഞാനത് മുഴുവൻ പരേതനായ നെട്ടൂർ കുഞ്ഞിരാം മാഷയുടെ പാതാരവിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യും. കാരണം അതല്ല അയാൾ നിശ്ചയിച്ചതാണ്. 3 ജന്മദിനം ഉണ്ടാവും അല്ലേ. എൻ്റെ കൂടെ SLC കോളയാട് സ്കൂളിൽ പഠിച്ച 251 കുട്ടികളുടെ ലിസ്റ്റ് എടുത്തു ഞാൻ. ഇതിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്താൻ. അവരെല്ലാം ഡേറ്റ് ഓഫ് ബർത്തും കുറിച്ചെടുത്തു. നോക്കുമ്പോൾ 251-ൽ 208 പിള്ളറിയും പറ്റത് മെയ്യിലാണ്. ഇതിന്റെ സത്യം അറിയാത്ത ആൾ വിചാരിക്കും പണ്ട് അമ്മമാർ മെയ് മാസത്ത് ക്യാമ്പ് നടത്തിയിട്ടാണ്. മനസ്സിലായി? അപ്പൊ ഈ നക്ഷത്രം 28-മത്തെ ദിവസം പേര് വിളിക്കുന്നു, പാല് കൊടുക്കുന്നു, അരയിലൊരു നൂലും കെട്ടുന്നു. എന്തിനാ നൂല് കെട്ടുന്നറിയാവോ? എന്തിനാ നൂല് കെട്ടുന്നത്? നൂല് കെട്ടുന്നതിനാ അമ്പലത്തിലെല്ലാം പ്രസംഗിക്കാൻ വരുന്ന ആധ്യാത്മിക പ്രഭാഷകന്മാരോടും സ്വാമിമാരോടും ചോദിച്ചിട്ട് ആരും ഉത്തരം പറഞ്ഞില്ല. എനിക്കൊരു ഉത്തരം കിട്ടിയത് പാട്യം പഞ്ചായത്തിന്റെ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. ഞാൻ ഈ ചോദ്യം ചോദിച്ചു. ഈ സാംസ്കാരിക പകർച്ചയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചപ്പോ ആരും ഉത്തരം പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു റിട്ടയർഡ് ടീച്ചർ, രാജലക്ഷ്മി ടീച്ചർ പറഞ്ഞ്, ആരും പറഞ്ഞിട്ടില്ല, എനിക്ക് തോന്നുന്നു ഒരു ഉത്തരം പറയട്ടെ മോനെ. ഞാൻ പറഞ്ഞോ. അത് കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന അമ്മ മാത്രല്ലേ? അതെ. പ്രസവിക്കുന്നത് അമ്മ, മുലയൂട്ടുന്ന അമ്മ, അതെല്ലാം ചെയ്യുന്ന അമ്മ. പക്ഷെ കുട്ടി അമ്മേന്റെ മാത്രമല്ലല്ലോ, അച്ഛൻ്റെ കൂടിയല്ലേ. അപ്പൊ അച്ഛനൊരു പ്രയാസം വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് 2 ആക്കിയിട്ട് നടുക്കൊരതിലിടുന്ന പകുതി അച്ഛനെ അതിനാണ് ഈ നൂല് കെട്ടുന്നത്.